ശ്രീ M.R. അഭിലാഷ്, നേരത്തെ തുടക്കത്തിൽ കേൾപ്പിച്ച രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രതികരണമുണ്ട്. അത് വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. ഒരു കേന്ദ്രമന്ത്രി മാത്രമാണ് രാജിവെച്ചത്, NJ അക്ബർ. അത് മീറ്റു ആരോപണമായിരുന്നു. അതല്ലാതെ വലിയ വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. 10 വർഷം പ്രതിപക്ഷത്തിന് പോലും കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ CJP, കോക്രോച്ച് പാർട്ടിക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഇതൊരു തുടക്കമാണോ? ഒരു തുടക്കമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയില്ല. പക്ഷേ ഒരു തുടക്കമാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട് ആര്യ. കാരണം നമുക്ക് ബ്രോഡ്ലി ഒരു പെർഫെക്റ്റ് കമ്പാരിസൺ സാധ്യമല്ലെങ്കിൽ കൂടിയും ജയപ്രകാശ് നാരായണന്റെ സമ്പൂർണ്ണ വിപ്ലവം അതും വിദ്യാർത്ഥികളെ വെച്ചിട്ടായിരുന്നു തുടങ്ങിയത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ, അഴിമതിക്കെതിരെ രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വന്ന ആ ഒരു പ്രക്ഷോഭം തുടങ്ങിയത് ബീഹാറിൽ നിന്നായിരുന്നു. ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചായിരുന്നു തുടങ്ങിയത്. ഗ്രാജുവലി ഇന്ത്യ എമ്പാടുമുള്ള ജനമനസ്സുകളെ കീഴടക്കുവാൻ സാധിച്ചു. ഇവിടെ ഈ ഒരു സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഇത്ര ശക്തമായിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു മന്ത്രി പ്രതിഷേധ പ്രകടനങ്ങളുടെ മുൻപിൽ രാജിവെക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു വലിയ പാറ്റ എന്ന് പറഞ്ഞ്, പൊതുവെ പാറ്റ പാർട്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കുറച്ചു കണ്ട ഒരു സംഘടന ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർ ഉയർത്തിപ്പിടിച്ച കോസ് വളരെ ജസ്റ്റായിട്ടുള്ള കോസാണ് എന്ന് രാജ്യമെമ്പാടും ഒരു അഭിപ്രായം ഉയരുകയും അതിന് നമുക്ക് രാഷ്ട്രമീമാംസയിൽ പൊതുവെ ഒരാശയം ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുമ്പോൾ ആ ആശയത്തിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെ ജനങ്ങൾ വിശകലനം ചെയ്യും. അപ്പോൾ ഒരു അനീതിയാണിത് സംഭവിക്കുന്നത്. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധം ന്യായയുക്തമാണ്. അവരെ കേൾക്കണം, അവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കണമെന്ന് രാജ്യമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത, ചെറുപ്പക്കാരുടെ മനസ്സിൽ ഒരു ചിന്ത. 1950കളിൽ ബ്രിട്ടനിൽ പോസ്റ്റ് വാർ പീരിയഡിൽ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ യുദ്ധത്തിന്റെ സർവനാശത്തിൽ നിന്നും ബ്രിട്ടനിൽ ഉയർന്നു വന്ന ക്ഷുഭിത യൗവനം എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റലക്ച്വൽസ് ലീഡ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. അന്നത്തെ കവിതകളിലും നാടകങ്ങളിലും ഒക്കെ പ്രകടിപ്പിക്കപ്പെട്ട അത്തരത്തിൽ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ജനങ്ങൾ JPയുടെ സമ്പൂർണ്ണ വിപ്ലവത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറയില്ലാതെ, കൺവെൻഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ സപ്പോർട്ടില്ലാതെ ആ കുട്ടികളാണ് അനോമിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്നൊരു തോന്നൽ തുടക്കത്തിൽ ഉളവാക്കിയെങ്കിലും ആ കുട്ടികളാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരു സത്യാഗ്രഹിയുടെ വരവോടുകൂടി അവരുടെ സമരത്തിന് വളരെയധികം നൈതികത കൈവരികയും അത് ഒരു മന്ത്രിയുടെ രാജിയിലേക്ക് ചെല്ലുകയും ചെയ്തത്. അപ്പം അവരുടെ ആദ്യത്തെ ബേബി ഫുഡ് സ്റ്റെപ്പ് തന്നെ ഇത്ര വലിയൊരു രാഷ്ട്രീയ വിജയമായി മാറിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു പ്രൊസീജിയറൽ ഡെമോക്രസിയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം പരിവർത്തനം ചെയ്ത് പോകാതിരിക്കുവാൻ വേണ്ടി ആ ഒരു പ്രതിഷേധ പരിപാടിയുമായി അവരിതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ പ്രൊസീജിയറൽ ഡെമോക്രസി എന്ന്. ജനാധിപത്യം പലപ്പോഴും നടപടിക്രമങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നാം ഈജിപ്തില്, ടുണീഷ്യയില്, ഇവിടെയൊക്കെ തന്നെ ലിബിയയില്, അവിടെയൊക്കെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും, ഒരു നടപടിക്രമം ഉണ്ടാകും. റഷ്യയില് അവിടെ നടപടിക്രമം ഉണ്ടാകും. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്ന നേതാക്കന്മാരുണ്ടാകും. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുകയും ചെയ്യും. പക്ഷേ ആത്യന്തികമായിട്ട് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നിയമനിർമ്മാണ സഭയോട് മീനിങ് ഫുൾ ആയിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുകയും പ്രതിഷേധങ്ങളും നിയമസഭയിലെ പ്രതിഷേധങ്ങളും പ്രപ്പോസൽസും ഒന്നും തന്നെ അധികാരികൾ കേൾക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട്, എത്രത്തോളം മീനിങ് ഫുൾ ആണ് എന്ന് സംശയം ഉയരും. അപ്പൊ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം പാർലമെന്റിൽ കേൾക്കുന്നില്ല എന്ന് വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അക്കൗണ്ടബിലിറ്റി എൻഫോഴ്സ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എവിടെ നിന്നോ എന്ന് പറയുന്നത് പോലെ പാറ്റകൾ ഡൽഹിയിൽ പറന്നിറങ്ങിയത്. അവരുയർത്തിയ ആവശ്യം പാർലമെന്റിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ശക്തിയുക്തിയായിട്ട് ഉന്നയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഉന്നയിക്കാൻ കഴിയാത്ത ഒരാവശ്യം, രാഷ്ട്രീയ പാർട്ടികൾക്കും കൺവെൻഷണൽ നേതാക്കന്മാർക്കും ഉന്നയിക്കാൻ കഴിയാതിരുന്ന ഒരാവശ്യം അവരുടെ പ്രതിഷേധത്തിലൂടെ ഉന്നയിക്കുകയും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെ മുഴുവൻ അവരുടെ ചുറ്റും റാലി ചെയ്യിക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആദ്യത്തെ അവരുടെ പ്രൊട്ടസ്റ്റ് തന്നെ ഇത്തരത്തിലൊരു വലിയ വിജയമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ജനാധിപത്യത്തിൽ അവർക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. JP മൂവ്മെന്റുമായിട്ടുള്ള എന്റെ കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കമ്പാരിസൺ അല്ല. അതിന്റെ ചില ആസ്പെക്ട്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. കുറച്ച് വയലൻസ് ഇവിടെ ഉണ്ടായി,
എന്നാൽ ജെ പി മൂവ്മെന്റിൽ ബീഹാറിൽ അവിടെ വയലൻസ് ഉണ്ടായിരുന്നു. ജെ പി മൂവ്മെന്റിന് വളരെ ശക്തമായിട്ടുള്ള സൈദ്ധാന്തിക അടിത്തറയുണ്ടായിരുന്നു. പക്ഷേ തുടക്കം ചെറുപ്പക്കാരിൽ നിന്നായിരുന്നു. അപ്പൊ ഇതൊരു ബ്രോഡ് ബേസ്ഡ് സോഷ്യൽ മൂവ്മെന്റ്, സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയി പാർലമെന്റിന് ഉന്നയിക്കാൻ കഴിയാതിരിക്കുന്ന ചോദ്യങ്ങൾ തെരുവിൽ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ ഉന്നയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് പാർലമെന്റിനും പാർലമെന്ററി ജനാധിപത്യത്തിനും കുറച്ചുകൂടെ ഘടനാപരമായ ശക്തി കൂട്ടുന്നതിലേക്ക് അധികാരികളെ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥാവിശേഷവും അവിടെ ഉണ്ടാകാം. അപ്പോൾ ആദ്യത്തെ അവരുടെ ഈ പ്രതിഷേധം വിജയിച്ചു എന്ന് പറയുന്നത് തികച്ചും ഒരു രാഷ്ട്രീയ അത്ഭുതം തന്നെയാണ്. ഇത്ര ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ മുൻപിൽ പ്രതിഷേധ പരിപാടി പലപ്പോഴും അടിച്ചമർത്തപ്പെടുന്ന പോലീസിന്റെ വളരെ ആക്രാമിക ശക്തികളാൽ അടിച്ചമർത്തപ്പെടുകയും